കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിൻ്റെ കരം എൻ്റെ കൂടെയുണ്ടെന്ന് അനുഭവിച്ച് ഈശോ എൻ്റെ ജീവൻ്റെ ഉറവിടവും ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാണെന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോ എൻ്റെ ജീവൻ്റെ ഉറവിടവും ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാണ്. ഈശോ എൻ്റെ ജീവൻ്റെ ഉറവിടവും ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നാം ഓരോരുത്തരും ജീവിതം ആരംഭിച്ചിരിക്കുന്നത് ഈശോയിൽ നിന്നാണ്. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവനിലൂടെയല്ലാതെ ഒന്നും അസ്തിത്വം സ്വീകരിച്ചിട്ടില്ല. ഈശോ എൻ്റെ ജീവൻ്റെ ഉറവിടമാണ്. അവൻ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭമാണ്, അവസാനമാണ്. ഈശോ എൻ്റെ ജീവൻ്റെ ഉറവിടവും ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോ എൻ്റെ ജീവൻ്റെ ഉറവിടവും ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാണ്. ഈശോ എൻ്റെ ജീവൻ്റെ ഉറവിടവും ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം ഒരുമിച്ച് പറയാം. ഈശോ എൻ്റെ ജീവന്റെ ഉറവിടവും ജീവിതത്തിന്റെ ലക്ഷ്യവുമാണ്. 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 ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എൻ്റെ ജീവന്റെ ഉറവിടമാണ് എന്ന് പറയുന്നത്, എന്ന് ചിന്തിക്കുന്നത്, എന്ന് മനസ്സിലാക്കുന്നത് ആഴമുള്ള ഒരു അവബോധമാണ്. ഈശോ എൻ്റെ ജീവന്റെ ഉറവിടമാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു മഹത്വമുള്ള കുടുംബത്തിൽ നിന്നാണ്, ദൈവ കുടുംബത്തിൽ നിന്നാണ്. ഫ്രം ദ ഫാമിലി ഓഫ് ഗോഡ്. എൻ്റെ വംശാവലി ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഓരോ മനുഷ്യൻ്റെയും വംശാവലി ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. പിതാവിൽ നിന്നാരംഭിച്ച് പുത്രനിലൂടെയുള്ള ഒരു തുടർച്ചയാണ് മനുഷ്യൻ്റെ വംശാവലി ചരിത്രം. വ്യക്തിപരമായി ഞാൻ ആ ചരിത്രത്തെ ഏറ്റെടുക്കുകയാണ്, ഓൺ ചെയ്യുകയാണ്. മറന്നുപോകുന്ന കുടുംബചരിത്രം ഞാൻ വീണ്ടും ഓർത്തെടുക്കുകയാണ്. എൻ്റെ ശരീരത്തിലെ കോശങ്ങളിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള DNA, അത് ഒരു ഡിവൈൻ DNA ആണ്. ദൈവകുടുംബത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ് ഞാൻ. ആ ചിന്ത എന്നെ വിസ്മയിപ്പിക്കുന്നു. അതെന്നെ ആഹ്ലാദം കൊണ്ട് നിറയ്ക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ
ആനന്ദത്തിൻ്റെ ഒരു നീരൊഴുക്ക് വളർന്ന് വലുതായി അതൊരു കുത്തൊഴുക്കായി മാറുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എൻ്റെ ജീവൻ്റെ ഉറവിടമാണ്. ഈശോ എൻ്റെ ജീവന്റെ ഉറവിടവും ഈശോ എൻ്റെ ജീവന്റെ ഉറവിടവും ജീവിതത്തിന്റെ ലക്ഷ്യവുമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യവുമാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ശാന്തമായ മനസ്സോടുകൂടെ ആവർത്തിക്കാം. ഈശോ എൻ്റെ ജീവന്റെ ഉറവിടവും ജീവിതത്തിന്റെ ലക്ഷ്യവുമാണ്. 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 ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ഒരു അവബോധമാണത്. ആർക്കൊക്കെ എന്നെ മനസ്സിലായാലും എന്നെ മനസ്സിലായില്ലെങ്കിലും ഐ ഹാവ് എ ഡിവൈൻ ഒറിജിൻ. എനിക്ക് ഒരു ദൈവീകമായ ആരംഭമുണ്ട്. എൻ്റെ തറവാട്ട് മഹിമ എന്ന് പറയുന്നത് അത് ദൈവമഹത്വത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്, ദൈവീകമാണ്. അങ്ങനെ ഞാനൊരു ദൈവ പൈതലാണ്. ഞാൻ എൻ്റെ തന്നെ വ്യക്തിത്വത്തെ, അസ്തിത്വത്തെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടാണ് ഈ മന്ത്രം പറയുന്നത്. എൻ്റെ ആരംഭം, എൻ്റെ ജീവന്റെ ഉറവിടം ഈശോയാണെന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ എന്നെ പരിഹസിച്ചാലും എനിക്ക് തന്നെ ചിലപ്പോഴെല്ലാം എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നാതിരുന്നാലും ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു കിടക്കണം: ഈശോ എൻ്റെ ജീവന്റെ ഉറവിടമാണ് എന്ന ബോധ്യം. ഉള്ളിലേക്ക് നന്നായി ശ്വാസം. എൻ്റെ ജീവന്റെ ഉറവിടം ഈശോയാണ്. എൻ്റെ ആരംഭം ഈശോയായിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിന് ശാശ്വതമായൊരു ലക്ഷ്യമുണ്ട്. അതിന് താൽക്കാലികമായ ചില ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പഠനമോ ജോലിയോ ഒക്കെ അനുസരിച്ച് താൽക്കാലികമായ ഭൗമികമായ ലക്ഷ്യങ്ങളുള്ളതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയായി എനിക്കൊരു ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. എനിക്കൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോളുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയാണ്. എൻ്റെ ജീവിതയാത്ര ഞാൻ നടത്തുന്നത് ദൈവൈക്യത്തിലേക്കാണ്. ദൈവൈക്യത്തിൽ എത്തിച്ചേരുന്നതിനുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. എൻ്റെ പ്രായമേതുമായിക്കൊള്ളട്ടെ, ഞാനൊരു വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ, ഞാനൊരു യുവാവോ യുവതിയോ ആയിക്കൊള്ളട്ടെ, ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ആളോ സമർപ്പിത ജീവിതം നയിക്കുന്ന ആളോ ആയിക്കൊള്ളട്ടെ, ഞാൻ മധ്യവയസ്സിലോ വാർദ്ധക്യത്തിലോ ആയിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതയാത്ര ദൈവവുമായുള്ള ഐക്യത്തിലേക്കുള്ള യാത്രയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശോയാണ്. അവനെ പൂർണ്ണമായി സ്വന്തമാക്കുന്നതിനും
അവനിൽ പൂർണ്ണമായി ലയിച്ചു ചേരുന്നതിനുമുള്ള പടിപടിയായുള്ള പ്രയാണമാണ് എൻ്റെ ജീവിതം, എൻ്റെ ജീവിത യാത്ര. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോ എൻ്റെ ജീവന്റെ ഉറവിടവും ജീവിതത്തിന്റെ ലക്ഷ്യവുമാണ്. ഒരുമിച്ച് 10 പ്രാവശ്യം പറയാം. ഈശോ എൻ്റെ ജീവന്റെ ഉറവിടവും ജീവിതത്തിന്റെ ലക്ഷ്യവുമാണ്. 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 ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായതുകൊണ്ട് എൻ്റെ ഇന്നുള്ള താൽക്കാലികമായ മറ്റ് ലക്ഷ്യങ്ങളെല്ലാം ഈ പരമമായ ലക്ഷ്യത്തിലേക്ക് എന്നെ സഹായിക്കുന്നതായിരിക്കണം. താൽക്കാലികമായ ലക്ഷ്യങ്ങളിൽ എൻ്റെ ഹൃദയം ഉടക്കിപ്പോകരുത്. ജീവിതത്തിൻ്റെ വഴിയെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് വിളിക്കരുത്. മാർഗം മാർഗം മാത്രമാണ്. ലക്ഷ്യം മാർഗത്തിനൊടുവിൽ എത്തിച്ചേരുന്ന ഇടമാണ് ലക്ഷ്യം, മാർഗമല്ല ലക്ഷ്യം. ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വഴി മാത്രമാണതെന്ന് ബോധ്യമുണ്ടാകണം. അതായത് ജീവിതം വഴിയിൽ തങ്ങാനുള്ളതല്ല, വഴി നമ്മെ മുന്നോട്ട് നയിക്കാനുള്ളതാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കണം. ഈ ലോകത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ, ഈ ലോകത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇന്നനുഭവിക്കുന്ന വേദനകൾ, അവയെല്ലാം താൽക്കാലികമാണ്. അമ്മ ത്രേസ്യ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. എല്ലാം കടന്നു പോകും, എല്ലാം നിഴലുപോലെ കടന്നു പോകും. അതുകൊണ്ട് നിങ്ങളെ ഒന്നും ശല്യപ്പെടുത്താതിരിക്കട്ടെ, നിങ്ങളെ ഒന്നും അലോസരപ്പെടുത്താതിരിക്കട്ടെ. എല്ലാം കടന്നു പോകും. Let nothing disturb you. Let nothing trouble you. All things pass away. ദൈവത്തിന് മാത്രം മാറ്റം വരുന്നില്ല. God never changes. ദൈവത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നവർ അവിടത്തെ കണ്ടെത്തുന്നു. One who waits for God finds him. ദൈവം മാത്രം മതി. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ ജീവന്റെ ഉറവിടമായവൻ മാത്രം മതി. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായവൻ മാത്രം മതി. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോ എൻ്റെ ജീവന്റെ ഉറവിടവും ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാകുന്നു. ഈശോ എൻ്റെ ജീവന്റെ ഉറവിടവും ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാകുന്നു. അവനെൻ്റെ വിജയനാമമാണ്. അവനെൻ്റെ അത്ഭുതനാമമാണ്. അവനെൻ്റെ സൗഖ്യനാമമാണ്. അവനെൻ്റെ അനുഗ്രഹനാമമാണ്. അവനെൻ്റെ പുണ്യനാമമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്തു ഇരുവശങ്ങളിലേക്കും കരമടിച്ച്
ഇരുവശങ്ങളിലേക്കും ചരിഞ്ഞാടി യേശുവിൻ്റെ ദൈവനാമത്തെ സ്നേഹമോടെ വാഴ്ത്തി പാടിടാം. 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 യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു ദൈവനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു ദൈവനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു ദൈവനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു ദൈവനാമം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, ഈശോയേ, പുണ്യനാമത്തെ ശക്തിയോടെ വാഴ്ത്തി പാടിടാം. യേശുവിൻ്റെ പുണ്യനാമത്തെ ശക്തിയോടെ വാഴ്ത്തി പാടിടാം. യേശുവിൻ്റെ പുണ്യനാമത്തെ ശക്തിയോടെ വാഴ്ത്തി പാടിടാം. പുണ്യനാമത്തെ ശക്തിയോടെ വാഴ്ത്തി പാടിടാം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു പുണ്യനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു പുണ്യനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു പുണ്യനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു പുണ്യനാമം. ആരാധന
സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശബ്ദത്തിൽ വിളിക്കുന്നു, ഈശോയേ എന്റെ വിജയനാമമായ ഈശോയേ, അത്ഭുതനാമം ഈശോയേ, വിടുതൽ നൽകുന്ന നാമമേ ഈശോയേ. കരമടിച്ചു വിജയനാമത്തെ വിനയമോടെ വാഴ്ത്തിപ്പാടിടാം. വിജയനാമത്തെ വിജയമോടെ വാഴ്ത്തിപ്പാടിടാം. യേശുവിന്റെ വിജയനാമത്തെ വിനയമോടെ വാഴ്ത്തിപ്പാടിടാം. വിജയനാമത്തെ വിനയമോടെ വാഴ്ത്തിപ്പാടിടാം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു വിജയനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു വിജയനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു വിജയനാമം. യേശു യേശു യേശുനാമം, യേശു യേശു യേശുനാമം, യേശു യേശു വിജയനാമം. ആരാധന 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 എന്റെ വിജയനാമമേ. കാരുണ്യനാമമേ ആരാധന. അത്ഭുതനാമമേ അതിശയനാമമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സാന്ത്വനം നൽകുന്ന നാമമേ ആരാധന 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 ആരാധന. സ്വപ്നം വിളിക്കുന്നു ഈശോയേ, പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ എന്റെ സ്നേഹമേ, എല്ലാറ്റിന്റെയും മേലധികാരമുള്ളവനേ, പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമേ, ഈശോയേ എന്റെ ഹൃദയത്തെ പരിശോധിക്കുന്ന ഈശോയേ. കരമടിച്ചു
അത്ഭുതനാമം ആശയോടെ വാഴ്ത്തിപ്പാടിടാം. യേശുവിന്റെ അത്ഭുതനാമം ആശയോടെ വാഴ്ത്തിപ്പാടിടാം. യേശുവിന്റെ അത്ഭുതനാമം ആശയോടെ വാഴ്ത്തിപ്പാടിടാം. യേശുവിന്റെ അത്ഭുതനാമം ആശയോടെ വാഴ്ത്തിപ്പാടിടാം. യേശു യേശു യേശുനാമം യേശു യേശു യേശുനാമം യേശു യേശു അത്ഭുതനാമം. യേശു യേശു യേശുനാമം യേശു യേശു യേശുനാമം യേശു യേശു അത്ഭുതനാമം. യേശു യേശു യേശുനാമം യേശു യേശു യേശുനാമം യേശു യേശു അത്ഭുതനാമം. യേശു യേശു യേശുനാമം യേശു യേശു യേശുനാമം യേശു യേശു അത്ഭുതനാമം. ആയിരങ്ങളുടെ മേൽ പതിനായിരങ്ങളുടെ മേൽ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. Power to go away from the children of God. In the name of Jesus, I bind you under the foot of the cross in the name of Jesus. Command you to go from the children of God in the name of Jesus. സുനാമത്തിൽ കൽപ്പിക്കുന്നു, സുനാമത്തിൽ ശാസിക്കുന്നു, ഓരോവിന്റെ അധികാരത്തിൽ കൽപ്പിക്കുന്നു. ഈശോയുടെ രക്ഷാവതാരത്തിന്റെയും പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും യോഗ്യതകളാൽ കൽപ്പിക്കുന്നു. ദുഷ്ടാരൂപികൾ, ലോകത്തിന്റെ രൂപികൾ, ഹല്ലേലൂയ, വചനം ശ്രവിക്കുന്നതിന്, ദൈവാരാധന നടത്തുന്നതിന് അസ്വസ്ഥത കൊണ്ടുവരുന്ന ലോകത്തിന്റെ രൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ഇവിടെ നിന്ന്, ഭവനങ്ങളിൽ നിന്ന്, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവാരാധനയ്ക്ക്, ദൈവശുശ്രൂഷകൾക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും കൊണ്ടുവരാതെ, തടസ്സമുണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ നിന്ന് വിട്ടുപോകാൻ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കരങ്ങൾ വരുന്ന ശക്തമായിട്ട് സ്തുതിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ രൂപികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. പാപത്തിന്റെ രൂപികൾ വിട്ടുപോകട്ടെ. പാപത്തിലേക്ക്, അസ്വസ്ഥതയിലേക്ക്, ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുവരുന്ന ഹൃദയത്തെ, മനസ്സിനെ ദൈവിക ചിന്തയിൽ നിന്ന് വിടുവിക്കുന്ന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, പുറത്തേക്ക് വലിക്കുന്ന ലോകത്തിന്റെ രൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തിന്മയുടെ രൂപികളെ കൽപ്പിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദുഷ്പ്രവണതകൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ദുഷ്ടചിന്തകൾ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഹൃദയം, മനസ്സ് തെളിഞ്ഞ മനസ്സായിട്ട് മാറട്ടെ. തെളിഞ്ഞ ബുദ്ധിയോടുകൂടെ, തെളിഞ്ഞ മനസ്സോടുകൂടെ ദൈവാരാധനയിൽ ഏകാഗ്രതയോടുകൂടെ പങ്കെടുക്കാൻ കർത്താവിന്റെ മക്കൾക്ക് ഇപ്പോൾ കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, യേശുവേ സ്തോത്രം. ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും വൈദ്യുതിയെയും എല്ലാ സംവിധാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടുക്കള മുതൽ അൽത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിഷ്യത്വത്തിന് ചേർന്ന വിധത്തിൽ വ്യാപരിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആലയത്തിന്റെ മഹത്വത്തിന് യോജിച്ച വിധം പെരുമാറാൻ ഈ പുണ്യഭൂമിയിലേക്ക് കാലെടുത്ത് കുത്തുന്ന ഓരോ ദൈവമകനും ദൈവമകൾക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ മഹത്വത്തിന്റെ അങ്ങയുടെ ആലയത്തിന്റെ പരിശുദ്ധിക്ക് ചേർന്ന വിധം വ്യാപരിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ ഒഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ ഇരിപ്പും
ഞങ്ങളുടെ നടപ്പും ഞങ്ങളുടെ നിൽപ്പും ഞങ്ങളുടെ കിടപ്പും അറിയുന്നവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയവികാരങ്ങൾ വിചാരങ്ങൾ പരിശോധിക്കുന്നവനെ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അറിയുന്നവനെ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ അറിയുന്നവനെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നവനെ, മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയുടെ രൂപികൾ വിശുദ്ധനാമത്തിൽ വിട്ടുപോകട്ടെ, ദുഷ്ടാരൂപികൾ വിട്ടുപോകട്ടെ, ദുർമോഹങ്ങൾ വിട്ടുപോകട്ടെ, ജനികാഭിലാഷങ്ങളുടെ ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. വിചാര ദുർഭൂതത്തെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിനയത്തിന്റെ രൂപി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണല്ലോ അങ്ങ് കടാക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ എളിമയും അനുതാപത്തോടും കൂടെ എളിമയോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന ജനത്തിന്റെ മേൽ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ ജനത്തിന്റെ മേൽ അങ്ങ് സംപ്രീതനാകണമേ. ഹല്ലേലൂയ. അങ്ങ് കരുണ വർഷിക്കണമേ, അനുഗ്രഹം ചൊരിയണമേ. അങ്ങയുടെ മുഖം അങ്ങയുടെ മക്കളുടെ മേൽ, അങ്ങയുടെ ജനത്തിന്റെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Let your face shine upon these people. കർത്താവേ, അങ്ങേക്ക് പ്രീതികരമായി ജീവിക്കുന്നവരായി അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ മാറ്റണമേ. അങ്ങേക്ക് പ്രീതികരമായി ജീവിതമാക്കി അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരുണ എന്റെ മേൽ വർഷിക്കുകയും ഇവരുടെ മേൽ അങ്ങയുടെ ജനത്തിന്റെ മേൽ വർഷിക്കുകയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. കരമടിച്ച് എഴുന്നേറ്റ് നിന്ന് ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി സ്പീഡിൽ ശക്തിയിൽ അഭിഷേകത്തോടെ പാടാം. അടുത്ത ചുവടുകളോടെ പാടാം. സൗഖ്യനാമത്തെ മോദമോടെ വാഴ്ത്തി പാടിടാം. സൗഖ്യനാമത്തെ സ്പീഡിൽ മോദമോടെ വാഴ്ത്തി പാടിടാം. യേശുവിന്റെ സൗഖ്യനാമത്തെ മോദമോടെ വാഴ്ത്തി പാടിടാം. യേശുവിന്റെ സൗഖ്യനാമത്തെ മോദമോടെ വാഴ്ത്തി പാടിടാം. യേശു, യേശു, യേശുനാമം, യേശു, യേശു, യേശുനാമം, യേശു, യേശു സൗഖ്യനാമം. യേശു, യേശു, യേശുനാമം, യേശു, യേശു, യേശുനാമം, യേശു, യേശു സൗഖ്യനാമം. യേശു, യേശുനാമം, യേശു, യേശു, യേശുനാമം, യേശു, യേശു സൗഖ്യനാമം. യേശു, യേശു, യേശുനാമം, തുള്ളിച്ചാടി പാടാം. യേശു, യേശു, യേശുനാമം, യേശു, യേശു സൗഖ്യനാമം. ആവർത്തിച്ച് പാടാം. യേശു, യേശു, യേശുനാമം, യേശു, യേശു, യേശുനാമം, യേശു, യേശു സൗഖ്യനാമം. യേശു, യേശു, യേശുനാമം, യേശു, യേശു, യേശുനാമം, യേശു, യേശു സൗഖ്യനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം രോഗികളെ കർത്താവ് സുഖപ്പെടുത്തും. സുനാമം സൗഖ്യനാമമാണ്. ജനങ്ങൾ അഴിയുന്ന സമയം, കെട്ടുകൾ പൊട്ടുന്ന സമയം, ആത്മീയമായ ഒരു അലസതയിൽ നിന്ന് ഉണർവിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നൊരു സമയം. ഹൃദയവും മനസ്സും ശരീരവും കർത്താവിലേക്ക് ഉറപ്പിക്കാൻ കർത്താവ് കൃപ തരുന്ന ഒരു സമയം. Get focused in the presence of the Lord. Hallelujah. നിന്റെ ഹൃദയത്തെ നീ കർത്താവിൽ ഉറപ്പിച്ചു പിടിക്കുക. ഹല്ലേലൂയ. വചനത്തെ നീ മുറുകെ പിടിക്കുക. കേൾക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ എന്ന്
ഈശോ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഹല്ലേലൂയ. ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. നിങ്ങളുടെ ഹൃദയം ഈശോയിൽ ആഴത്തിൽ ഉറപ്പിക്കട്ടെ. വിളിക്കുന്ന ഈശോ എല്ലാം മറന്നു വിളിക്കട്ടെ. ഓരോരുത്തരുടെയും ശബ്ദം അടുത്തു നിൽക്കുന്ന 10 പേർക്ക് കേൾക്കാൻ പറ്റുന്ന സ്വരത്തിൽ വിളിക്കട്ടെ. 50 പേർക്ക് കേൾക്കാവുന്ന വിധത്തിൽ വിളിക്കട്ടെ. ഒരു മടിയും നാണവും കൂടാതെ വിളിക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. 100 പേർക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വിളിക്കട്ടെ. ദേശം മുഴുവൻ നിറയട്ടെ. രാജ്യം മുഴുവൻ യേശുനാമത്തിന്റെ പൊൻപ്രകാശം പരക്കട്ടെ. പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ തിരുനാമം ഏറ്റുപാടട്ടെ. ഈശോയേ കരമടിച്ച ചുവടുകളോടെ, അഭിഷേകത്തോടെ, ആവേശത്തോടെ യേശുവിന്റെ അനുഗ്രഹനാമം നന്ദിയോടെ വാഴ്ത്തിപ്പാടിടാം. യേശുവിന്റെ അത്ഭുതനാമം നന്ദിയോടെ വാഴ്ത്തിപ്പാടിടാം. യേശുവിന്റെ അത്ഭുതനാമം അനുഗ്രഹനാമം നന്ദിയോടെ വാഴ്ത്തിപ്പാടിടാം. തുള്ളിച്ചാടിപ്പാടാം. യേശുവിന്റെ അനുഗ്രഹനാമം അഭിഷേകത്തോടെ നന്ദിയോടെ എല്ലാവരും കരമേർത്തി കരമടിച്ച് കുതിച്ചു ചാടി യേശുവിന്റെ അനുഗ്രഹനാമം നന്ദിയോടെ വാഴ്ത്തിപ്പാടിടാം. യേശുവിന്റെ അനുഗ്രഹനാമം അഭിഷേകം നന്ദിയോടെ വാഴ്ത്തിപ്പാടിടാം. നന്ദി കൊണ്ട് ഹൃദയം നിറയട്ടെ. നിനക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പറയുമ്പോൾ, നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം 10,000 മടങ്ങായിട്ട് വർദ്ധിക്കും. വളരാതെ അനുഗ്രഹനാമം നന്ദിയോടെ വാഴ്ത്തിപ്പാടിടാം. യേശുനാമം യേശുനാമം യേശു യേശു അനുഗ്രഹനാമം കരങ്ങളുയർത്തി വീശിക്കൊണ്ട് കരമടിച്ച ആയിരങ്ങളുടെ മേൽ 10,000ങ്ങളുടെ മേൽ കൃപ വർഷിക്കണമേ. ഈശോ
വേദനകൾ സമർപ്പിക്കുന്നു, എന്റെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നു, എന്റെ സന്തോഷങ്ങൾ സമർപ്പിക്കുന്നു, എന്റെ വിജയങ്ങൾ സമർപ്പിക്കുന്നു, എന്റെ പരാജയങ്ങൾ സമർപ്പിക്കുന്നു, എന്റെ വെളിച്ചത്തെ സമർപ്പിക്കുന്നു, എന്റെ ഉള്ളിലെ ഇരുളിനെ സമർപ്പിക്കുന്നു, എന്റെ ആകുലതകളെ സമർപ്പിക്കുന്നു, എന്റെ ആശ്വാസങ്ങളെ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എന്റെ സമാധാനമേ, സമാധാനത്തിന്റെ ദൈവം തന്റെ ശത്രുവായ പിശാചിനെ കാൽക്കീഴിലാക്കി തകർത്തു കളയട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുവായ പിശാചിനെ സമാധാനത്തിന്റെ ദൈവം തന്റെ കാൽക്കീഴിലാക്കി തകർത്തു കളയുന്നു. എന്റെ പാപങ്ങളെ ആഴിയുടെ ആഴങ്ങളിലേക്ക് അവിടുന്ന് തൂത്തെറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമേ, സ്തുതി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തമായ പ്രകാശം എന്റെ ഹൃദയത്തിലുള്ള ഇരുളിനെ അകറ്റുന്നു. എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ പ്രകാശം പുറത്തേക്ക് എത്തുന്നു. ആത്മാവിലുള്ള ആ പളുങ്ക് ഗോപുരത്തെ നീ ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിക്കുക. എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ കണ്ട് അതിനെ അനുഭവിച്ച് അതിനെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുക.